ഇനി വരാനിരിക്കുന്നത് എക്സാമുകളുടെ സീസണാണ് അല്ലേ? ഓൾറെഡി SBA POന്റെ നോട്ടിഫിക്കേഷൻ വന്നു, IBPS POന്റെ നോട്ടിഫിക്കേഷൻ വന്നു. ഇപ്പോൾ നമുക്ക് എല്ലാ ന്യൂസ് ചാനലുകളിലും എല്ലാ ന്യൂസ് പേപ്പേഴ്സിലും നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും, ഇന്ത്യയിലെ പൊതുമേഖലാ ബാങ്കുകൾ നാഷണലൈസ്ഡ് ബാങ്കുകളിലേക്ക് 50,000-ലേറെ 50,000-ലേറെ വേക്കൻസിയിലേക്ക് റിക്രൂട്ട്മെൻറ്റുകൾ നടക്കാൻ പോകുന്നുവെന്ന് നിങ്ങളെല്ലാവരും വായിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇനി വരാനിരിക്കുന്നത് വലിയ ഒരു വേക്കൻസീസ് നമ്മളുടെ മുന്നിലേക്ക് വരുന്നു എന്ന കാര്യം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു സീസണിൽ ഇനി വരാനിരിക്കുന്ന എക്സാമുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, ഓൾറെഡി തന്നെ IBPS കലണ്ടർ റിവൈസ് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അതിൽ ഓൾറെഡി IBPS പറഞ്ഞിട്ടുണ്ട് ഈ കൊല്ലം നമുക്ക് പ്രൊബേഷണറി ഓഫീസേഴ്സ് POന്റെ നാഷണലൈസ്ഡ് ബാങ്കുകൾ IBPS POന്റെ എക്സാമുകൾ ആഗസ്റ്റിൽ പ്രിലിംസും ഒക്ടോബറിൽ മെയിനും കണ്ടക്ട് ചെയ്യുമെന്ന് ഓൾറെഡി IBPS കലണ്ടറിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ ക്ലർക്കൽ പോസ്റ്റുകളിലേക്ക് ഒക്ടോബറിൽ പ്രിലിംസും മെയിൻസ് നവംബറിലും നടക്കുമെന്നും ആ കലണ്ടറിൽ നിന്ന് നമുക്ക് മനസ്സിലായി. അതുകൂടാതെ സ്പെഷ്യലിസ്റ്റ് ഓഫീസർ പോസ്റ്റുകളിലേക്കും റിക്രൂട്ട്മെൻറ്റ് നടക്കുന്ന കാര്യം IBPSന്റെ കലണ്ടറിൽ ക്ലിയർ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ റീജിയണൽ റൂറൽ ബാങ്ക്സ് RRB എക്സാമുകൾ ഓഫീസർ സ്കെയിൽ 1 നമുക്ക് PO എന്ന് തന്നെ പറയാം. അത് നടക്കുന്നത് നവംബറിലാണ്. അതിൻ്റെ മെയിൻസ് നടക്കുന്നത് ഡിസംബറിലാണ്. അതുകൂടാതെ അവരുടെ ഓഫീസ് അസിസ്റ്റൻറ്റിൻ്റെ എക്സാം ഡിസംബറിലും ഫെബ്രുവരിയിലായിട്ട് നടക്കുമെന്നും നമുക്ക് കലണ്ടറിൽ നിന്ന് മനസ്സിലായി. അതുകൂടാതെ ഓഫീസർ സ്കെയിൽ 2-3 അത് നമുക്ക് എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റില്ല, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. അപ്പോൾ ഇത്ര കാര്യങ്ങൾ ഓൾറെഡി തന്നെ IBPS നിങ്ങളിലേക്ക് എത്തിച്ചു കഴിഞ്ഞ കാര്യമാണ്. അപ്പോൾ എന്തായാലും ഇനി വരുന്നത് നമുക്ക് എക്സാമുകളുടെ നാളുകളാണ്. അപ്പോൾ ഇനി ഏതൊക്കെയാണ് നോട്ടിഫിക്കേഷൻസ് വരുന്നതെന്നും നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. IBPS ക്ലർക്ക് 2025 ഓൾറെഡി നമുക്ക് ന്യൂസ് പേപ്പർ കട്ടിങ്ങിൽ നിന്ന് നമുക്ക് മനസ്സിലായത് ആ റിപ്പോർട്ടിൽ നിന്നും മനസ്സിലായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 50,000-ലെ ഏകദേശം 21,000 ഓഫീസേഴ്സും ബാക്കിയുള്ളത് ക്ലർക്കൽ പോസ്റ്റുകളിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റുകളാണ് നടക്കുക. അതിൽ പഞ്ചാബ് നാഷണൽ ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ ഇവരൊക്കെ വലിയൊരു റിക്രൂട്ട്മെൻറ്റിനാണ് തയ്യാറെടുക്കുന്നത്. ഓക്കെ, ദെൻ അതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഓൾറെഡി ഇക്കൊല്ലം SBA ക്ലർക്ക് വിളിച്ചതാണ്. ഈ ഒരു ഇതിൽ നമ്മളിപ്പോൾ ജസ്റ്റ് കഴിഞ്ഞിട്ടേ ഉള്ളൂ, അപ്പോയിൻമെൻറ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ. അത്യാവശ്യം നല്ല രീതിയിലുള്ള വേക്കൻസികൾ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിനേക്കാളേറെ വേക്കൻസി നമുക്ക് പ്രതീക്ഷിക്കാം. SBA ക്ലർക്ക് 2025-2026 13,000-ലേറെ വേക്കൻസി ഉണ്ടെന്നാണ് നമുക്ക് ആ ന്യൂസ് റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാവുന്നത്. എത്രയാണ്? 13,000-ലേറെ വേക്കൻസി. അപ്പോൾ ഈ വട്ടവും ഒരു ഹ്യൂജ് വേക്കൻസിയുമായിട്ട് തന്നെയാണ് SBA ക്ലർക്കിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ പോകുന്നത്. ദെൻ നമുക്ക് ഈ IBPS ക്ലർക്കിലേക്ക് വരാണെങ്കിൽ 11 നാഷണലൈസ്ഡ് ബാങ്കുകൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനിയും നമുക്ക് ഏതൊരു IBPS എക്സാം നിങ്ങൾ എടുത്തു കഴിഞ്ഞാലും IBPS എക്സാമിന് വരുന്ന വേക്കൻസിയേക്കാൾ കൂടുതൽ അപ്പോയിൻമെൻറ്റ് നടക്കും. ഓരോ മാസം കഴിയുമ്പോഴും വേക്കൻസീസ് കൂടുതലായിട്ട് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ കൂടുതലായിട്ട് വേക്കൻസീസ് വരാനുള്ള സാധ്യതയാണ് കാണുന്നത്. അപ്പോൾ IBPS ക്ലർക്ക് 2025 നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ഏറെ വേക്കൻസി ഉണ്ടാവും. ഓൾറെഡി ഒഫീഷ്യൽ ആയിട്ടുള്ള അനൗൺസ്മെൻറ്റ് തന്നെയാണ് നമുക്ക് വന്നിട്ടുള്ളത്. ക്ലിയർ? ഇനി നമുക്ക് വരാം നേരത്തെ പറഞ്ഞ IBPS RRB PO 2025. ഓൾറെഡി നമ്മളുടെ RRB PO ഓൾറെഡി ഇതിന് മുന്നത്തെ കലണ്ടറിൽ കുറച്ച് നേരത്തെ, ഇപ്പം അത് കഴിഞ്ഞു പോകേണ്ട സമയമായി അല്ലേ പ്രിലിംസ് ഒക്കെ. പക്ഷെ അത് റിവൈസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കേരളത്തിൽ മെർജിങ്ങും സംഭവങ്ങളും ഒന്നുമില്ല. മെർജിങ് എല്ലാം ഉണ്ടായത് നമ്മളുടെ മറ്റ് പല സ്റ്റേറ്റുകളിലാണ്. കേരളത്തിൽ ആകെ ഒരൊറ്റ റീജിയണൽ റൂറൽ ബാങ്കേ ഉള്ളൂ, കേരള ഗ്രാമീൺ ബാങ്ക് KGB. അപ്പോൾ അവർക്ക് ഇത്രയ്ക്കധികം ഗ്യാപ്പായി. നിങ്ങൾ മനസ്സിലാക്കുക, മുൻവർഷം എക്സാം നടത്തി അപ്പോയിൻമെൻ്റ് ഒക്കെ നടത്തിയിട്ട് അവർ പ്രതീക്ഷിച്ചിരിക്കുന്ന വേക്കൻസീസ് ഓൾറെഡി സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് അപ്പോയിൻമെൻറ്റ് ഡിലേ ആയിരിക്കുകയാണ്. അപ്പോൾ വീണ്ടും അവർക്ക് സ്റ്റാഫിനെ ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയും വേക്കൻസി ഓൾറെഡി കൂടാൻ തന്നെയാണ് സാധ്യത. മാക്സിമം വേക്കൻസി ഫില്ല് ചെയ്യാനായിട്ട് ആരും നോക്കും? കേരള ഗ്രാമീൺ ബാങ്കും നോക്കും. അപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് IBPS RRB PO 2025 നമ്മൾ നേരത്തെ പറഞ്ഞ ഓഫീസർ സ്കെയിൽ 1 അതിൻ്റെ പ്രത്യേകത അത് കേരളത്തിൽ മാത്രമുള്ള ബാങ്കാണ്. നിങ്ങൾക്ക് കേരളത്തിൽ മാത്രം വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ധൈര്യമായിട്ട് ചൂസ് ചെയ്യാം. അവരുടെ തന്നെ
IBPS RRB ക്ലർക്ക്, ഓഫീസ് അസിസ്റ്റന്റ്. ഓക്കെ, അതിനും നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ നല്ല രീതിയിലുള്ള വേക്കൻസി കൂടാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം എന്താണ്? വേക്കൻസീസ്. ഇത്രയും കാലം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്നുള്ള വിഷമമായിരുന്നു. ഇപ്പോൾ ഇനി നിങ്ങളുടെ മുന്നിലുള്ളത് നോട്ടിഫിക്കേഷൻസ് ബാക്ക് ടു ബാക്ക് വരും. ഇത്ര വേക്കൻസീസ് ഓൾറെഡി നമ്മളുടെ മുന്നിലുണ്ട്. 50,000-ലേറെ വേക്കൻസീസ് ഫില്ല് ചെയ്യണമെങ്കിൽ അത്രയ്ക്കും ടൈറ്റ് ആയിട്ട് തന്നെ എക്സാംസുകൾ കണ്ടക്ട് ചെയ്യണം. ഈ വേക്കൻസികളെല്ലാം ഇനി വരുന്ന അപ്കമിങ് എക്സാമുകളിൽ ഉണ്ടായിരിക്കും. അത് 100% ഉറപ്പാണ്. സോ നമുക്ക് എന്താണ് ചെയ്യാനുള്ളത്? ഒരൊറ്റ പഠനം മതി നിങ്ങൾക്ക്. ഒരൊറ്റ പഠനം കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ജോലിയിലേക്ക് എത്താം. ഓക്കെ, ഞാനിപ്പോൾ ഈ പറയാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങൾ പല ആൾക്കാരും കറൻ്റ്ലി വർക്ക് ചെയ്തിരുന്ന ആൾക്കാർ ജോലി സ്റ്റോപ്പ് ചെയ്ത് 24 മണിക്കൂറും നിങ്ങൾ എന്ത് ചെയ്യും? കോഴ്സ് അതായത് എടുത്ത് പഠിക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ ഫുൾ ടൈം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പഠിക്കാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള ആൾക്കാർക്കുള്ള ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ബാച്ചാണ് ഞാൻ ഈ പറഞ്ഞ സ്പെഷ്യൽ ബാച്ചിനൊപ്പം ബാങ്ക് SSC പരീക്ഷകൾക്ക് തയ്യാറെടുക്കാം. നിങ്ങൾക്ക് വളരെയധികം ടൈം ഉണ്ട്. നമുക്ക് ഓൾമോസ്റ്റ് ബാങ്കിൻ്റെയും SSCയുടെയും സിലബസിൽ പഠിക്കുന്ന കാര്യങ്ങളെല്ലാം സെയിം ആണ്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, റീസണിങ്, അതേപോലെ ഇംഗ്ലീഷ് ഇവിടെയും അവിടെയും സെയിം ആണ്. കുറച്ച് ക്വസ്റ്റ്യൻസിലുള്ള വ്യത്യാസങ്ങളാണുള്ളത്. ഇവിടെ നമ്മൾ കറണ്ട് അഫയേഴ്സ് പഠിക്കുന്നത് SSCക്കും നമുക്ക് യൂസ്ഫുൾ ആണ്. അവിടെ GK എക്സ്ട്രാ നമ്മൾ പഠിച്ചെടുക്കണം. അപ്പോൾ ഈ സിലബസ് നിങ്ങൾക്ക് കമ്പൈൻഡ് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ SSCയിലെ എക്സാംസും ബാങ്കിങ് മേഖലയിലെ എക്സാംസും അതേപോലെ തന്നെ ഇൻഷുറൻസ് മേഖലയിലെ എക്സാംസുകളെല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വരുന്നത്? ലൈവ് ഇൻട്രാക്ഷൻ ക്ലാസ്സുകൾ മാത്രമല്ല. ഇപ്പം നിങ്ങൾക്ക് നൈറ്റ് ക്ലാസ്സുകൾ, ലൈവ് ഇൻട്രാക്ഷൻ ക്ലാസ്സുകൾ എന്ന് പറഞ്ഞാൽ ഫാക്കൽറ്റീസ് നേരിട്ട് നിങ്ങൾക്ക് എടുക്കുന്ന ക്ലാസ്സുകളാണ്. ആ ക്ലാസ്സുകൾ കൂടാതെ നിങ്ങൾക്ക് എക്സ്ട്രാ വർക്കുകൾ, എക്സ്ട്രാ ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസ്, മോക്ക് ടെസ്റ്റുകൾ, ഡെയിലി ക്വിസുകൾ ഇതെല്ലാം തന്ന് നിങ്ങൾക്ക് അത്രയ്ക്കും വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന രീതിയിൽ, കാരണം നിങ്ങളുടെ അത്രയ്ക്കധികം ടൈം നിങ്ങൾക്ക് അവിടെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. കാരണം നമുക്ക് വേറെ വർക്കോ കാര്യങ്ങൾക്കോ പോകണ്ട, വേറെ കോഴ്സുകൾ ചെയ്യുന്നില്ല. നിങ്ങൾ ഫുൾ ടൈം ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് പ്രിലിംസും ക്രാക്ക് ചെയ്ത് മെയിൻസും ക്രാക്ക് ചെയ്ത് ജോലിയിലേക്ക് എത്താൻ സാധിക്കും. ആ രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നതാണ് നമ്മളുടെ ഈ സ്പെഷ്യൽ ബാച്ച്. ഇവിടെ ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ്, ലേൺ ഫാസ്റ്റർ, എക്സ്ട്രാ പ്രാക്ടീസ് വിത്ത് ഡൗട്ട് ക്ലിയറൻസ്. അപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ടുകൾ കാര്യങ്ങൾ സ്വാഭാവികമായിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാം. സോ അതിനുള്ള ഹെൽപ്പ്, ഡ്യുവൽ മെൻറ്റർഷിപ്പ്, മെൻറ്ററുടെ സപ്പോർട്ടോട് കൂടി വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് സിലബസ് കവർ ചെയ്ത് സ്പീഡ് ആൻഡ് ആക്യുറസി ഒക്കെ ഡെവലപ്പ് ചെയ്ത് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിസൾട്ടിലേക്ക് എത്താൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ലൈവ് സെഷൻസ് ബൈ എക്സ്പെർട്ട് ഫാക്കൽറ്റീസ്, ഞാൻ ഓൾറെഡി പറഞ്ഞു. അതുകൂടാതെ ഡെയിലി സ്റ്റഡി പ്ലാൻ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമുക്ക് ചില ആൾക്കാർക്ക്, വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ അത് ഫോളോ ചെയ്യാനായിട്ട് ടൈമിൻ്റെ കുറച്ച് കുറവുണ്ടാവും. എന്നിരുന്നാൽ കൂടി അവർ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ സമയം ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഡിസൈൻ ചെയ്ത സ്റ്റഡി പ്ലാനിലാണ് ഈ ക്ലാസ്സുകൾ പോകുന്നത്. കോർ ടോപ്പിക് ഡിസ്കഷൻ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളുടെ ഡിസ്കഷൻസ്, അതുകൂടാതെ കംപ്ലീറ്റ് സിലബസ് കവറേജ്, ഫുള്ള് കാര്യങ്ങൾ നിങ്ങൾക്ക് എടുത്തു തരും. SSCയുടെ ആയാലും ബാങ്കിൻ്റെ ആയാലും അതിൽ യാതൊരു സംശയവും വേണ്ട. ഓക്കെ, അപ്പം ഞാൻ ഈ പറഞ്ഞത് സ്പെഷ്യൽ ബാച്ചിൻ്റെ കാര്യമാണ്. വളരെ ഇനി വരുന്നത് SSC എക്സാമുകളും ബാങ്ക് എക്സാമുകളും ഇൻഷുറൻസ് എക്സാമുകളും ബാക്ക് ടു ബാക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സീസണാണ്, എക്സാം സീസണാണ്. അപ്പോൾ നിങ്ങൾക്ക് വളരെ മിനിമം ടൈം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ജോലിയിലേക്ക് എത്താൻ സാധിക്കും. അതുകൂടാതെ നമുക്ക് ഓൾറെഡി ബാങ്കിങ്ങിലേക്കാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഞാൻ പറഞ്ഞത് ബാങ്കിങ്ങിൻ്റെ കാര്യങ്ങളാണ് അല്ലേ. ബാങ്കിലെ ബാച്ചുകളെല്ലാം ഇവിടെ അവൈലബിൾ ആണ്. വർക്കിംഗ് പ്രൊഫഷണൽസിനായിട്ട് നൈറ്റ് ക്ലാസ്സുകളുള്ള ബാച്ചുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഓക്കെ, ഇപ്പോൾ IBPS POയും SBA POയും നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ട് അല്ലേ. എക്സാം പാറ്റേണിൽ ചേഞ്ചസുകൾ സംഭവിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ യാതൊരു കാരണവശാലും യാതൊരു ടെൻഷനും വേണ്ട. എക്സാം പാറ്റേണുകളിലെ ചേഞ്ചുകൾ മനസ്സിലാക്കി ഡിസൈൻ ചെയ്തിട്ടുള്ള നമ്മളുടെ ബാച്ചുകളാണ് ബാങ്ക് കോഴ്സുകളെല്ലാം. അതിൽ നിങ്ങൾക്ക് ഇപ്പോൾ ചില ആൾക്കാർ ചോദിക്കാറുണ്ട്, സാർ ഞങ്ങൾക്ക് ഓഫീസർ പോസ്റ്റാണ്, ഇൻ്റർവ്യൂ ഉണ്ട്, പേഴ്സണാലിറ്റി ടെസ്റ്റ് ഉണ്ട്, ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് ഉണ്ട്, എല്ലാത്തിനുള്ള കോച്ചിങ് അവൈലബിൾ ആണ്. അതായത് പ്രിലിംസിന് വേണ്ടിയുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. പ്രിലിംസ് നിങ്ങൾ ക്രാക്ക് ചെയ്യും. അതിനുശേഷം നിങ്ങൾക്ക് മെയിൻസിന് വേണ്ടിയുള്ള ബാച്ച് അവൈലബിൾ ആണ്.
മെയിൻസ് ക്രാക്ക് ചെയ്യുക. ദെൻ നിങ്ങൾ ഇൻ്റർവ്യൂവിന് പോവുകയാണെങ്കിൽ ഇൻ്റർവ്യൂ കോച്ചിങ്, ഓക്കെ, അതിന് മുന്നേ ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള കോച്ചിങ്ങും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. പേഴ്സണാലിറ്റി ടെസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് IBPS PO പറഞ്ഞിട്ടുണ്ടല്ലേ പേഴ്സണാലിറ്റി ടെസ്റ്റ്, അതിനുള്ള ട്രെയിനിങ്ങും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. അപ്പം നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡഡ് ചെയ്തിട്ടുള്ള ബാച്ചുകളാണ് നമുക്ക് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് കോൺടാക്ട് ചെയ്യുന്ന ഒരു നമ്പർ ഞാനിവിടെ എഴുതുന്നുണ്ട്, 7736122215. അപ്പോൾ ഈ നമ്പറിലേക്ക് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡൗട്ടുകൾ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്ലിയർ ചെയ്യാം. അതുകൂടാതെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ഫോം ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ എക്സാമുകൾ വരുമ്പോൾ അതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുക, നിങ്ങളുടെ ഡൗട്ടുകൾ, ഒരുപാട് ഡൗട്ടുകൾ കുട്ടികൾക്ക് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ ഡൗട്ടുകൾ കാര്യങ്ങളുണ്ടെങ്കിൽ ആ ഫോം ഒന്ന് ഫില്ല് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഡൗട്ട് കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ നിന്ന് ചെയ്തു തരുന്നതാണ്. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ലിങ്കിൽ ആ ഫോം ഉണ്ട്, അതും ഫില്ല് ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്പർ മറക്കണ്ട, 7736122215 എന്നുള്ള നമ്പർ, അത് നിങ്ങൾ മറക്കണ്ട. അപ്പോൾ എല്ലാവരും വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യമാണ്. ഒരൊറ്റ പഠനം കൊണ്ട് നിങ്ങൾക്ക് ഈ സീസണിലെ എല്ലാ എക്സാമുകളും അറ്റൻഡ് ചെയ്യാവുന്നതാണ്. എല്ലാവരും ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താ, എല്ലാ എക്സാമുകളും അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. എക്സാം പാറ്റേൺ മാറി അതുകൊണ്ട് എനിക്ക് ജോലി കിട്ടില്ല, എനിക്ക് ടഫായിരിക്കും, അങ്ങനെ യാതൊരു തെറ്റിദ്ധാരണയും നിങ്ങൾക്ക് വേണ്ട. എക്സാം പാറ്റേൺ മാറിക്കോട്ടെ, അത് നിങ്ങൾക്ക് മാത്രമല്ല മാറുന്നത്, ഇന്ത്യയിൽ എക്സാം എഴുതുന്ന എല്ലാ കുട്ടികളും നിങ്ങളെ പോലെ തന്നെ ഈ മാറിയ എക്സാം പാറ്റേണിലാണ് എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് അതിനെ ആലോചിച്ച് നമ്മൾ യാതൊരു ടെൻഷനും അടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ, ധൈര്യമായിട്ടിരുന്ന് പഠിക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.